അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലാസ് എ ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ്. ക്ലാസ് എ ആംപ്ലിഫയർ എന്നൊരു സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ ആണ്. അതിൽ നമ്മൾ ക്യൂ പോയിൻ്റ് സെലക്ട് ചെയ്യുന്നത് ഡി സി ലോഡ് ലൈനിൻ്റെ സെൻറ്ററിലാണ്. 360 ഡിഗ്രി കണ്ടക്ഷൻ ആംഗിളാണ്. അതായത് കംപ്ലീറ്റ് ഇൻപുട്ട് സൈക്കിളിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഔട്ട്പുട്ട് കറണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് നമ്മൾ പഠിച്ചു അല്ലേ? സർക്യൂട്ടെല്ലാം വരച്ചതാണ്. അതിൻ്റെ എഫിഷ്യൻസി പറഞ്ഞു, പവറൊക്കെ പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് പവർ വരുന്നത്? ഈ ബാറ്ററി VCC എന്ന പവർ സപ്ലൈയിൽ നിന്നും ഒരു VCC ICQ എന്നൊരു പവർ എന്ത് ചെയ്യുന്നു? ഡ്രോ ചെയ്യുന്നു. അതിൽ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? RC എന്ന റെസിസ്റ്ററിലൂടെ ഡിസിപ്പേറ്റ് ചെയ്യുന്നു. ബാക്കി ഭാഗം ട്രാൻസിസ്റ്ററിലേക്ക് കിട്ടുന്നു. ആ ട്രാൻസിസ്റ്ററിന് കിട്ടിയ പവറിൽ നിന്നും ഒരു ഭാഗം സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് നമ്മുടെ AC ഔട്ട്പുട്ട് പവർ. പിന്നെ ബാക്കി വരുന്നത് കളക്ടർ റീജിയനിൽ കൂടെ ഡിസിപ്പേറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞതാണ്. ഇനി ഇതിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ പറയുന്ന പേരാണ് പവർ റെക്റ്റാങ്കിൾ. കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഓരോ റെസിസ്റ്ററിനകത്ത് ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ, ട്രാൻസിസ്റ്ററിനകത്ത് ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ, പിന്നെ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് പവറായിട്ട് എത്ര തരുന്നു, അതെല്ലാം നമ്മൾ ഇതിനകത്ത് കാണിക്കും. ഓക്കെ, ഇത് ഓരോ റെക്റ്റാങ്കിൾ കണ്ടില്ല, ഓരോ റെക്റ്റാങ്കിളും ഓരോ പവറിനെ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് എന്താണ് ഈ വരച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ വായിക്കാം. The output or collector characteristic of a CE connected transistor is shown in the figure. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എന്താണ്? ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത വിത്ത് സെൻറ്റേർഡ് ക്യൂ പോയിൻ്റ് എവിടെ സെലക്ട് ചെയ്തിരിക്കുന്നു? സെൻറ്ററിൽ സെലക്ട് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ക്ലാസ് എ ഓപ്പറേഷൻ. അപ്പോൾ ഇതൊരു ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇനി when input signal is applied, the Q point shift to position Q1 and Q2 respectively. കണ്ടോ, നമ്മൾ സിഗ്നൽ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജും മാറും, ഔട്ട്പുട്ട് കറണ്ടും മാറിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ക്യൂ പോയിൻ്റ് മുകളിലോട്ടും താഴോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത് ക്യൂ പോയിൻ്റ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് Q1 ആൻഡ് Q2. Q1നും ഇത് Q1, ഇത് Q2. Q1നും Q2നും ഇടയിൽ ക്യൂ പോയിൻ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ? നമ്മൾ സിഗ്നൽ കൊടുക്കുമ്പോൾ, അതാണ് അവിടെ എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? when the input signal is applied, Q point shift to position Q1 and Q2 respectively. ഇത് Q1, ഇത് Q2. The output current varies around its quiescent value from maximum value IC maximum to minimum value IC minimum. കറണ്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു? ICQ വാല്യൂവിൽ നിന്നും IC മാക്സിമം മുതൽ IC മിനിമം വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും, കറണ്ട് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ കളക്ടർ വോൾട്ടേജും എങ്ങനെ മാറും? മാക്സിമം VC മാക്സ് മുതൽ മിനിമം VC മിനിമം വരെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ലാസ്റ്റിലെ. ഓക്കെ, സിമിലർലി കളക്ടർ എമിറ്റർ വോൾട്ടേജ് വേരീസ് ഫ്രം മാക്സിമം വാല്യൂ ഓഫ് VC മാക്സിമം ടു VC മിനിമം അറൗണ്ട് ഇറ്റ്സ് ക്യൂസൻറ്റ് വാല്യൂ VCEQ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വോൾട്ടേജ് ഇങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലെറ്റസ് കൺസ്ട്രക്റ്റ് ദ വേരിയസ് റെക്റ്റാങ്കിൾസ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന കുറേ റെക്റ്റാങ്കിൾസ് കാണാമല്ലോ. അപ്പോൾ ആ റെക്റ്റാങ്കിൾസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം അല്ലേ? ഈ നമ്പർ കണ്ടോ? 1 3 ഇതേതാ 6 0. ഇതൊരു റെക്റ്റാങ്കിളുണ്ട്. പിന്നെ ഇപ്പുറത്ത് 3 4 5 ഇതേതാ താഴെ 6 ആണ്, 6. അങ്ങനെ ഒരു റെക്റ്റാങ്കിളുണ്ട്. പിന്നെ ഇതിനകത്ത് 2 3 7 എന്നൊരു ചെറിയ ട്രയാങ്കിളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത പറയാൻ പോകുന്നത്. ആദ്യത്തെ റെക്റ്റാങ്കിൾ 0 1 4 5. അപ്പോൾ അത് നോക്കാം. 0 1 4 5. ബാക്കിയെല്ലാം മായ്ക്കുകയാണ്. എവിടെ 0? എവിടെ 0? ദാ കിടക്കുന്നു. 1 4 എവിടെ? 4 5. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ, ഈ കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ, ഇതിൻ്റെ ഈ ലെങ്ത് എത്രയാ? VCC അല്ലേ? ടോട്ടൽ ലെങ്ത് VCC. ബ്രെഡ്ത്തോ ICQ ആണോ? ലെങ്ത്
VCC, breadth ICQ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താ? ഏരിയ ഈസ് VCC ഇൻറ്റു ICQ അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ 0145 എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? VCC ഇൻറ്റു ICQ. VCC ഇൻറ്റു ICQ നമ്മൾ നേരത്തെ എഴുതി വെച്ചല്ലോ, അത് ഏത് പവറാണ്? പവർ ഡ്രോൺ ഫ്രം ദ ബാറ്ററി VCC അല്ലേ, നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. This is equal to VCC into ICQ. This is the total average power supplied to the circuit by VCC battery. VCC ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന മൊത്തവും പവർ, അതിനെ നമ്മൾ വിളിച്ചതാണ് PINDC അല്ലേ. അപ്പോൾ ടോട്ടൽ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻപുട്ട് പവറിനെ കാണിക്കുകയാണ്. ഓക്കെ, അടുത്തത് നോക്കാം. 3456 റെക്റ്റാങ്കിൾ 3456 നോക്കാം. അതേതാ? ബാക്കിയെല്ലാം അങ്ങ് മായ്ച്ചാൽ എന്നാൽ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇവിടെ 3 എവിടെ? ദാ കിടക്കുന്നത് 3456. ഈ ലെങ്ത് എത്രയാ? VCC മൈനസ് VCQ അല്ലേ. VCC, അപ്പോൾ നമ്മളിവിടെ എങ്ങോട്ട് മാറ്റി എഴുതിയാൽ VCC മൈനസ് VCEQ, അത് ലെങ്ത്. ബ്രെഡ്ത്തോ? ബ്രെഡ്ത്ത് എത്ര വരും? ICQ അല്ലേ, ബ്രെഡ്ത്ത് ഈസ് ICQ. ഇനി VCC മൈനസ് VCEQ എന്താണെന്ന് ഈ പിക്ചറിൽ നിന്ന് പറയാമോ? കണ്ട ഈ ഫിഗറിൽ നിന്നും VCC ഇത്രയും VCC മൈനസ് VCEQ എന്ന് പറയുന്നത് ഇതിന് അക്രോസ് വരുന്നതാണ് അല്ലേ. സബ്ട്രാക്ട് ചെയ്താൽ അതെന്താണ്? ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RC. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RC ഇൻറ്റു ICQ അല്ലേ. ദിസ് VCC മൈനസ് VCEQ ഇൻറ്റു എന്താണ്? ICQ ആണ് നമ്മുടെ ഈ 3, 4 നമ്മൾ പറഞ്ഞ ആ റെക്റ്റാങ്കിൾ, രണ്ടാമത് ഇപ്പുറത്ത് കിടന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ അതെന്താണ് ആ ഏരിയ കാണിക്കുന്നത്? ദ പവർ ഡിസിപ്പേറ്റഡ് അക്രോസ് RC അല്ലേ. അതായത് ഈ റെക്റ്റാങ്കിൾ കാണിക്കുന്ന എന്താണ്? പവർ ഡിസിപ്പേറ്റഡ് അക്രോസ് RC. അപ്പോൾ എന്താണ്? VCC മൈനസ് VCEQ ഇസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ലോഡ് റെസിസ്റ്റർ RC. അപ്പോൾ റെക്റ്റാങ്കിൾ 3456 എന്ന് പറയുന്നത് VCC മൈനസ് VCEQ ഇൻറ്റു ICQ ഇസ് ദ പവർ ലോസ്റ്റ് ആസ് ഹീറ്റ് ഇൻ ദ ലോഡ് റെസിസ്റ്റൻസ് RC. അപ്പോൾ എന്തെഴുതാം അല്ലേ? അതാണ് RCയിലുള്ള പവർ ഡിസിപ്പേഷൻ. അപ്പോൾ അതും കിട്ടി. അപ്പോൾ ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്, ആ മൊത്തം വരുന്ന റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഈ വേറൊരു കളറിൽ കാണിക്കുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ബാറ്ററിയിൽ നിന്ന് മൊത്തം എത്ര പവർ കിട്ടി അല്ലേ, നീല മൊത്തം എത്ര പവർ ബാറ്ററിയിൽ നിന്ന് കിട്ടി, ഇൻപുട്ട് പവറാണ്. ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എന്താണ്? എത്ര പവർ റെസിസ്റ്റർ വഴി ഡിസിപ്പേറ്റ് ചെയ്തു പോയി. അപ്പോൾ ബാക്കി വരുന്ന ഈ 0136 എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസിസ്റ്ററിന് കിട്ടിയ പവറായിരിക്കും. ആ ട്രാൻസിസ്റ്ററിന് കിട്ടിയ പവർ പിന്നെ എന്തിനായിട്ട് ഉപയോഗിക്കുകയാണ്? AC സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ്? കുറച്ച് ഭാഗം ബാക്കി വരുന്നത് ട്രാൻസിസ്റ്റർ വഴി ഡിസിപ്പേറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ അത് എത്രയും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പം അതിന് മുമ്പത്തെ ട്രയാങ്കിളിൻ്റെ കാര്യമാണ്. VCEQ ഇസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ട്രാൻസിസ്റ്റർ ഇറ്റ്സെൽഫ് അല്ലേ. VCEQ ഞാൻ കാണിച്ചല്ലോ, അത് ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് കളക്ടർ ആൻഡ് എമിറ്റർ, കളക്ടറും എമിറ്ററിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ്. അപ്പോൾ VCEQ ഇൻറ്റു ICQ. അപ്പോൾ അടുത്ത ഈ ട്രയാങ്കിൾ നോക്കിയേ, ഞാൻ വേറൊരു കളറിൽ കാണിക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ലെങ്ത് എത്ര വരും? VCEQ അല്ലേ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് VCEQ ആണ്. ബ്രെഡ്ത്തോ? ബ്രെഡ്ത്ത് ഈസ് ICQ. VCEQ ഇൻറ്റു ICQ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസിസ്റ്ററിന് കിട്ടുന്ന പവർ അല്ലേ. ഈ ഫിഗർ നോക്കിയേ, ഈ വോൾട്ടേജാണ് VCEQ ഇൻറ്റു ICQ. ഇതിലൂടെയുള്ള കറണ്ട് ഈസ് ICQ. അപ്പോൾ എന്ത് കിട്ടും? ട്രാൻസിസ്റ്ററിലേക്ക് കിട്ടിയ പവർ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് റെക്റ്റാങ്കിൾ 0136 എന്ന് പറയുന്ന VCQ ഇൻറ്റു ICQ. ഇറ്റ് ഈസ് ദ പവർ ഡെലിവേർഡ് ടു ദ ട്രാൻസിസ്റ്റർ PTR DC.
അപ്പോൾ ഒന്നുകൂടെ ഫിഗർ കാണിച്ചാൽ ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നത് മൊത്തം എത്ര ഇൻപുട്ട് പവർ, ചുവപ്പ് കളറിൽ കാണിച്ചിരിക്കുന്നത് റെസിസ്റ്ററിൽ കൂടെ ഡിസിപ്പേറ്റ് ചെയ്തത്, പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന് കിട്ടിയ പവർ. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ റെക്റ്റാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവറിനെ എല്ലാം എന്തായിട്ട് കാണിക്കുകയാണ്? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇനി എന്തും കൂടെ കിട്ടണം? ട്രയാങ്കിൾ 237 അതെന്താ സംഭവം നോക്കാം. ദാണ്ടേ ഞാൻ ഇതിനും വേറൊരു കളർ കാണിക്കുകയാണെങ്കിൽ, ഇനി വേറെ കളറില്ല, മഞ്ഞേ ഉള്ളൂ. ദാണ്ടേ 237 ഇതാണ് ഈ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ എന്താണെന്ന് പറയാമോ? ഇപ്പോൾ ഇതൊന്ന് നോക്കി, ഇതൊന്ന് കൺസിഡർ ചെയ്യാം നമുക്ക്. ഈ സാധനം, ഈ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും എന്ന് പറയാമോ? IC മാക്സിമം മൈനസ് IC മിനിമം ഇൻറ്റു VC മാക്സിമം മൈനസ് VC മിനിമം ആണോ? ഉറപ്പല്ലേ? എങ്ങനെ എഴുതാം? വേണ്ടേ VC മാക്സിമം മൈനസ് VC മിനിമം ഇൻറ്റു IC മാക്സിമം മൈനസ് IC മിനിമം ആണല്ലോ. അതാണ് എന്ത്? വേണ്ടേ ഈ കാണിച്ചിരിക്കുന്ന ഈ വലിയ മഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അത് ഓർത്ത് വെച്ചോളണേ. ആ മഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് എന്ത്? ഈ VC മാക്സിമം മൈനസ് VC മിനിമം ഇൻറ്റു IC മാക്സിമം ഇൻറ്റു IC മിനിമം. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. ഇനി ഞാൻ വേറെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. പവർ, AC ഔട്ട്പുട്ട് പവർ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഓക്കെ, AC ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? IRMS ഇൻറ്റു VRMS. ഓക്കെ അല്ലേ? AC-യുടെ ആണ്. അപ്പോൾ എന്തെടുക്കണം? RMS വാല്യൂ എടുക്കണം അല്ലേ? ഔട്ട്പുട്ട് AC പവറാണ് POAC. നമ്മുടെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ എത്ര പവർ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ കിട്ടും? IRMS ഇൻറ്റു VRMS. VRMS എങ്ങനെ കണ്ടുപിടിക്കും? V പീക്ക് ബൈ √2 ആണോ? V പീക്ക് അല്ല, VRMS ഈസ് VM ബൈ √2 അല്ലേ? V മാക്സിമം ബൈ √2. V മാക്സിമം എങ്ങനെ കണ്ടുപിടിക്കും? VM എന്ന് പറയുന്നത് പീക്ക് വാല്യൂ. എങ്ങനെ കണ്ടുപിടിക്കും? മാക്സിമം VCE മാക്സിമം മൈനസ് VC മിനിമം ബൈ 2 അല്ലേ? അതായത് ഇപ്പം ഇങ്ങനെ വേരി ചെയ്യുന്നു. ഈ വാല്യൂ ആണ് VC മാക്സിമം, ഇത്രയാണ് VC മിനിമം. നമുക്ക് വേണ്ടുന്ന VM എന്ന് പറയുന്നത് ഇത്രയുമാണ് VM. അപ്പോൾ VM എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ പോരല്ലോ. ഇതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യണ്ടേ? ഈ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ VMൻ്റെ ഇരട്ടിയായിരിക്കും കിട്ടുന്നത്. VM എന്ന് പറയുന്നത് ഈ 0 മുതൽ ഇതുവരെയുള്ള ഹൈറ്റാണ്. ഇത്രയും മതി നമുക്ക് VMന്. അപ്പോൾ VC മാക്സ് മൈനസ് VC മിനിമം എടുത്താൽ ഇത്രയും കിട്ടും. അപ്പോൾ അതിൻ്റെ പകുതി മതി VM. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? VM എന്ന് പറയുന്നത്, V പീക്ക് എന്ന് പറയുന്നത് VC മാക്സ് മൈനസ് VC മിനിമം ബൈ 2. അങ്ങനെയാണെങ്കിൽ VRMS എന്ന് പറയുന്നത് VM ബൈ √2 ആണ്. അപ്പോൾ അതിനെ ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതും? VC മാക്സിമം മൈനസ് VC മിനിമം ബൈ 2√2. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് എഴുതിയതാണേ. താഴെ ഒരു √2 കൂടെ വരും. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? VC മാക്സിമം മൈനസ് VC മിനിമം ബൈ 2√2 ആണ് VRMS. അതേപോലെ എന്തും എഴുതാം? IRMSും എഴുതാം. IRMS എങ്ങനെയായിരിക്കും? IC മാക്സിമം മൈനസ് IC മിനിമം ബൈ 2√2. ഓക്കെ, അപ്പോൾ POACയുടെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ കിട്ടും? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 2√2 ഇൻറ്റു 2√2 എന്തായി മാറും? 8 ആയിട്ട് മാറും. അപ്പോൾ VC മാക്സിമം മൈനസ് VC മിനിമം ഇൻറ്റു IC മാക്സിമം മൈനസ് IC മിനിമം ഡിവൈഡഡ് ബൈ 8. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് AC പവർ അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ? ആ റെക്റ്റാങ്കിളിൻ്റെ 1/8 മതി നമ്മുടെ POAC. സംശയമുണ്ടോ? നമ്മൾ നേരത്തെ കാണിച്ച റെക്റ്റാങ്കിളിൻ്റെ 1/8 മതി POAC. 1/8 മതി നമ്മുടെ
POSC. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. മൊത്തം റെക്റ്റാങ്കിളിൻ്റെ എത്ര 1/, ഇതിന് 8 പോർഷൻ ആക്കിയിട്ട് അതിലെ ഒരു പോർഷനാണ് ഇത്രയും. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് AC പവർ. സംശയമില്ലല്ലോ, 1/8 വന്നുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇനി ഒരു ട്രയാങ്കിളോടെ കാണിച്ചിട്ടുണ്ടല്ലോ, 0, 1, 2, 7, 6. അത് ട്രയാങ്കിളാണോ റെക്റ്റാങ്കിളാണോ എന്താണെന്ന് നോക്കാം. എന്ത് ഷേപ്പാണ്? 0, ഇവിടെ 0 ഉണ്ട്, 1, 2, 7 ഇവിടെയാണ്, 6 ബാക്കി ഭാഗം. അതായത് ഈ ഫുള്ള് ഇതൊരു വേറെ കളറിൽ കാണിച്ച ഇത് ബാക്കി വന്നത് 0, 1 ഇങ്ങനെ ബാക്കി കിടക്കുന്നില്ലേ ഈ സാധനം. ഇതെന്താ? ഇത് മൊത്തവും നീല ഫുള്ള് ട്രാൻസിസ്റ്ററിന് കിട്ടിയ പവറായിരുന്നു. അതിൽ ഈ മഞ്ഞ ഭാഗം മാത്രം AC-നെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? കളക്ടറിൽ ഡിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഡിസിപ്പേറ്റഡ്. പവർ ഡിസിപ്പേറ്റഡ് ബൈ ദ കളക്ടർ റീജിയൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ PCDC. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായി. ഇനി when there is no input signal, there is no output signal. ഇൻപുട്ട് സിഗ്നൽ ഇല്ലെങ്കിൽ എന്തില്ല? ഔട്ട്പുട്ട് സിഗ്നൽ ഇല്ല. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ ഇല്ലെങ്കിൽ POAC എന്തായി പോവും? 0 ആയിപ്പോവും. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ 2, 3, 7ൻ്റെ ഏരിയ എന്താകുമ്പോൾ മഞ്ഞ റീജിയൻ്റെ 0 ആയിരിക്കും. അപ്പോൾ ആ റീജിയൺ ഇല്ല. അപ്പോൾ അതായത് ആ കറുപ്പ് റീജിയൺ ഉണ്ടല്ലോ, അതായത് ട്രാൻസിസ്റ്റർ വഴി ഡിസിപ്പേറ്റ് ചെയ്തത്, അത് ആ മഞ്ഞ പോർഷനിലും കൂടെ ബ്ലാക്ക് പോർഷനാവും അല്ലേ. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ട്രാൻസിസ്റ്റർ കളക്ടർ വിൽ ഹാവ് ടു ഡിസിപ്പേറ്റ് മാക്സിമം പവർ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ 0, 1, 3, 6. അപ്പോൾ കംപ്ലീറ്റ് ആദ്യം ആ നീല കളറിൽ കാണിച്ച മൊത്തം ആ ട്രാൻസിസ്റ്ററിന് കിട്ടിയ മൊത്തം എന്താകും? ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതാണ് വേർസ്റ്റ് കേസ് കണ്ടീഷനാണ്. ട്രാൻസിസ്റ്ററിൻ്റെ വേർസ്റ്റ് കേസ് കണ്ടീഷനാണ്. കാരണം ഒരു പവറും യൂസ് ചെയ്യുന്നില്ല. എപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സിഗ്നൽ ഇല്ല എങ്കിൽ 0 സിഗ്നൽ കേസിൽ ട്രാൻസിസ്റ്റർ കിട്ടുന്ന പവർ അത്രയും എന്തായി പോവാണ്? ഡിസിപ്പേറ്റ് ചെയ്ത് പോവാണ്. അതാണ് വേർസ്റ്റ് കേസ് കണ്ടീഷൻ. ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പവറിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ്. ഇനി എഫിഷ്യൻസി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. എഗെയിൻ നേരത്തെ വരച്ച ഗ്രാഫ് തന്നെയാണ്. അതിൽ ഓരോ റീജിയനെയും ഓരോ പേരിട്ട് വിളിച്ചു. ഓക്കെ, ഈ കംപ്ലീറ്റ് പവർ എന്ന് പറയുന്നത്, ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഈ പച്ച കളറിലുള്ളത്. അതായത് എത്രയായിരിക്കും? A + B + C ആണ് ടോട്ടൽ ഇൻപുട്ട് പവർ. PIN/DC = ഏരിയ A + B + C. ഇനി ഈ A എന്ന ഏരിയ എന്തായിരിക്കും? റെസിസ്റ്റർ വഴി ഡിസിപ്പേറ്റ് ചെയ്തത് അല്ലേ. PRC/DC = ഏരിയ A. ഇനി ഏരിയ C എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ വഴി ഡിസിപ്പേറ്റ് ചെയ്തത്, PC/DC ഏരിയ C. ഇനി ആംപ്ലിഫിക്കേഷനായിട്ട് ഉപയോഗിച്ചത് B എന്ന ഏരിയ, POAC = ഏരിയ A. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസിനെ എങ്ങനെ കാണിക്കാം? ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? എത്ര AC ഔട്ട്പുട്ട് പവർ കിട്ടി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻപുട്ട് പവർ ഫ്രം ദ ബാറ്ററി. അപ്പോൾ എങ്ങനെ എഴുതാം? A/A + B + C, POAC/PIN/DC. ഇനി കളക്ടർ എഫിഷ്യൻസി ആണെങ്കിലോ, കളക്ടർ എഫിഷ്യൻസി ആകുമ്പോഴെങ്ങനെയാണ് എഴുതുന്നത്? AC ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ടു ട്രാൻസിസ്റ്റർ. അപ്പോൾ എങ്ങനെ എഴുതും? AC ഔട്ട്പുട്ട് പവർ B തന്നെയാണ്. ഇൻപുട്ട് പവർ ടു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്തു മാത്രമേ വരുള്ളൂ? B + C വരുള്ളൂ. അപ്പോൾ POAC/PTR/DC. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് പറഞ്ഞു. ഓക്കെ, incidentally it can be proven that eta overall is equal to 25 into VC maximum minus VC minimum by VCC percentage. സ്ക്വയർ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 25 into VC maximum minus VC minimum by VCC. ഇത് ഞാൻ കാണിച്ചു തരാമേ, പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇത് ഇത്രയും പെർസെൻറ്റേജ്. അപ്പം നമ്മളെപ്പോഴും എഫിഷ്യൻസീസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്, അതുകൊണ്ടാണ് അവിടെ പെർസെൻറ്റേജ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. മാക്സിമം ഓവറോൾ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെല്ലാം മാക്സിമം വാല്യൂ ഇട്ട് കൊടുക്കണം അല്ലേ. ഇതിന് മാക്സിമം വാല്യൂ ഇടണം, ഇതിന് മിനിമം വാല്യൂ ഇട്ട് കൊടുക്കണം. എന്നാലല്ലേ ഓവറോൾ എഫിഷ്യൻസി മാക്സിമം ആവുള്ളൂ. PC മാക്സിമത്തിന് മാക്സിമം എത്ര വരെ പോകാം?
വി സി മാക്സിമത്തിന് മാക്സിമം വി സി സി വരെ പോകാം. മിനിമം വി സി മിനിമത്തിന് എവിടെ വരെ പോകാം? 0 വരെ പോകാം. ഓർമ്മയുണ്ടോ? ഈ ഗ്രാഫിൽ നോക്കുക. ഈ ഗ്രാഫിനകത്ത് വി സി മാക്സിമം എന്ന് ഇതിൽ മനസ്സിലാവില്ല, ഇതിൽ നോക്കണം. ഇതിലെല്ലാം മനസ്സിലാവുള്ളൂ. അത് ഫുള്ള് വരച്ച് വെച്ചേക്കണോണ്ട്. വി സി മാക്സിമം എത്ര വരെ പോകാം? ഇതാണ് വി സി മാക്സിമം വി സി സി വരെ പോകാം. വി സി മിനിമം എത്ര വരെ പോകാം? 0 വരെ പോകാം അല്ലേ? അപ്പോൾ മാക്സിമം വാല്യൂ വി സി സി, മിനിമം വാല്യൂ 0. അപ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? അപ്പോൾ നമ്മുടെ മാക്സിമം ഓവറോൾ എഫിഷ്യൻസി ബിക്കംസ്, ഇതിന് പകരം വി സി സി, ഇതിന് പകരം 0. അപ്പോൾ എന്തായി? 25 ഇൻറ്റു വി സി സി ബൈ വി സി സി പെർസെൻറ്റേജ് എന്ത് കിട്ടും? 25% എന്ന് കിട്ടും. മാക്സിമം ഓവറോൾ എഫിഷ്യൻസി വി ഒബ്റ്റെയിൻ ആസ് 25%. ഏതാണ്? ക്ലാസ് എ ആംപ്ലിഫയർ വിത്ത് റെസിസ്റ്റീവ് ലോഡിനാണ്. അത് ഓർത്തോണം. ഓവറോൾ എഫിഷ്യൻസി എത്ര വരെ പോകാം? 25% വരെ പോകാം. ഈ 2 ഇവിടെ ഇല്ലേ. ഇനി ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇതിൻ്റെ ഡെറിവേഷനാണ്. ഓക്കെ, ഇതുപയോഗിച്ചാൽ ഇത് കണ്ടുപിടിച്ച 25 ആണ് മാക്സിമം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. പക്ഷേ ഈ ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്തെന്ന് കാണിച്ചില്ല. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. കണ്ടോ? ഓവറോൾ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? POAC ഡിവൈഡഡ് ബൈ PI ഇൻ DC അല്ലേ? PODC നമ്മളവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. വി സി മാക്സിമം മൈനസ് വി സി മിനിമം ഇൻറ്റു ഐ സി മാക്സിമം മൈനസ് ഐ സി മിനിമം ബൈ 8. നേരത്തെ കണ്ടുപിടിച്ച POAC AC ഔട്ട്പുട്ട് പവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. PINDC എന്ന് പറയുന്നത് വി സി സി ഇൻറ്റു ഐ സി ക്യു ആണ്. ഓക്കെ, അപ്പോൾ അതറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇന്ന് ചെറുതാക്കിയ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? വി സി ഈ മാക്സ് മൈനസ് വി സി മിനിമം ഇൻറ്റു ഐ സി മാക്സ് മൈനസ് ഐ സി മിനിമം. ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതി. ഇനി ഐ സി ക്യൂവിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഐ സി മാക്സിമം മൈനസ് ഐ സി മിനിമം ബൈ 2 എന്ന് എഴുതാമോ? എങ്ങനെ എഴുതാം? ഇതാണ് ഐ സി ക്യൂ അല്ലേ? ഇതിൻ്റെ മുകളിലോട്ടും താഴോട്ടും ഒരുപോലെയാണ് പോകുന്നത്. ഐ സി മാക്സിമം ഐ സി മിനിമം. ഐ സി മാക്സിമം പ്ലസ് ഐ സി മിനിമം ഡിവൈഡഡ് ബൈ 2 ഇട്ടാൽ ആവറേജ് എടുക്കുന്ന പോലെയല്ലേ? ആവറേജ് വാല്യൂ എന്ത് കിട്ടും? ഐ സി ക്യൂ എന്ന് കിട്ടും. So ICQ, this ICQ can be replaced by IC maximum minus IC minimum by 2. ഓക്കെ അല്ലേ? ഫിഗറിൽ നിന്ന് ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെയും സം എടുത്ത് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? ICQ കിട്ടും. അപ്പോൾ ഇങ്ങനെ ICQ ഇതിനെ റീപ്ലേസ് ചെയ്തു. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്കിതിനകത്ത് എന്ത് ചെയ്യാം? അപ്പോൾ ഈ സ്റ്റെപ്പ് വന്നത് മനസ്സിലായി. ഇപ്പം നോക്കി, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലത്തെ ടേംസ് വന്നു. അതങ്ങ് ക്യാൻസൽ ചെയ്യാമല്ലോ. അതേപോലെ ഇവിടെ നമുക്ക് 4 ആക്കാമല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്താകും? വി സി മാക്സിമം മൈനസ് വി സി മിനിമം ഡിവൈഡഡ് ബൈ 4 വി സി സി നീട്ടി. ബാക്കി ടേംസ് എല്ലാം പോയില്ലേ? ഓക്കെ, ഇനി ഇതിനെ പെർസെൻറ്റേജിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 100% അല്ലേ? പെർസെൻറ്റേജിലല്ലേ നമ്മൾ എഫിഷ്യൻസി എഴുതുക. അപ്പോൾ ഇൻറ്റു 100%. 100 ഡിവൈഡഡ് ബൈ 4 ഈസ് 25 അല്ലേ? 100 ഡിവൈഡഡ് ബൈ 4 എന്താകും? 25. അപ്പോൾ എന്ത് കിട്ടും? 25 ഇൻറ്റു വി സി മാക്സിമം മൈനസ് വി സി മിനിമം ബൈ വി സി സി. അത്രയും പെർസെൻറ്റേജ് അല്ലേ? ഈ ഇക്വേഷനല്ലേ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ടായിരുന്നത് അല്ലേ? ഏതാണ്ടേ അതേ ഇക്വേഷനല്ലേ ഇത്. അപ്പോൾ ഡിറൈവ് ചെയ്ത് കാണിച്ച്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാക്സിമം ഓവറോൾ എഫിഷ്യൻസി അതും കണ്ടുപിടിച്ച് വെച്ചു. എത്രയേ വരുള്ളൂ? 25% മാക്സിമം കിട്ടും.